പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം. DQ ദുൽഖർ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വരെ ഇപ്പം എല്ലായിടത്തും ഇന്ത്യയിലെ ഏത് ഭാഷകളിൽ ചോദിച്ചാലും ദുൽഖർ എന്ന് പറയുന്നത് ഫേമസ് ആണ്. ഇഷ്ടം പോലെ ആരാധക വൃന്ദമുള്ളവരാണ്. ദുൽഖറിന്റെ ഒരു ഡേറ്റ് കിട്ടാൻ സംവിധായകർ ഓടി നടക്കുന്ന സമയം അത്രയ്ക്ക് താരപ്പൊലിമയുള്ള ഒരാളായി മാറി DQ. ഇപ്പോൾ ഒരുപക്ഷെ മമ്മൂട്ടിയെക്കാട്ടിലും മോഹൻലാലിനെക്കാട്ടിലും പാൻ ഇന്ത്യൻ റീച്ച് എത്തിക്കുന്നത് ഇപ്പം ദുൽഖർ തന്നെയാണ് എന്നുള്ളൊരു സംശയം വേണ്ട. ഇപ്പോൾ ഒരു സിനിമ പരാജയപ്പെട്ടാലും അടുത്ത സിനിമയ്ക്ക് വേണ്ടി വൻ ജനക്കൂട്ടം അദ്ദേഹത്തിനെ നോക്കിയിരിപ്പുണ്ട്. ഇപ്പോൾ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം അദ്ദേഹം മലയാളത്തിലൊരു സിനിമ ചെയ്തിട്ടേ ഇല്ല. ഇപ്പം 2026 അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര സിനിമ എന്ന് അണിയറയിൽ പറയുന്നൊരു സിനിമ RDXന്റെ സംവിധാനം നഹാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ ആം ഗെയിം എന്നാണ് സിനിമയുടെ പേര്. ഒരു ഫാൻറ്റസി, ഒരു ആക്ഷൻ, ത്രില്ലർ എല്ലാം വരുന്നൊരു സിനിമയാണ് ആ സിനിമ. എന്തായാലും അത് ഒരു ആവറേജ് ടു എബോ ആവറേജ് വന്നു കഴിഞ്ഞാൽ കളക്ഷൻ റെക്കോർഡുകളൊക്കെ മറികടക്കാൻ വളരെയധികം ചാൻസ് ഉള്ള സിനിമയാണ്. അതുപോലെ തന്നെ ദുൽഖർ രണ്ടാമത് ഈ വർഷം അഭിനയിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ലോക 2-നകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു പ്രധാന കഥാപാത്രം ടോവിനോയുടെ കഥാപാത്രമാണ്. ചാത്തനാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നതെങ്കിലും ഒടിയനായിട്ട് ദുൽഖർ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വരും. വാനോളം പ്രതീക്ഷയുള്ളൊരു ചിത്രമാണ് ലോക 2, കാരണം ലോക 1 അത്രമാത്രം സക്സസ് ആയതുകൊണ്ട്. പിന്നെ സൗബിന്റെ ചിത്രമാണ് പിന്നീട് പറയുന്നത്. തെലുങ്കിലും തമിഴിലുമായിട്ട് ഒട്ടേറെ പ്രൊജക്റ്റുകൾ ഇദ്ദേഹത്തിന്റെ റിലീസ് ചെയ്യാനിരിക്കുന്നതും ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പ്രൊജക്റ്റുകളുണ്ട്. ലക്കി ഭാസ്കർ 2 2026 ഷൂട്ടിംഗ് തുടങ്ങി 2027 റിലീസ് ചെയ്യുന്ന സിനിമയാണ്. എന്തായാലും ദുൽഖറിനും മികച്ച വർഷമായിരിക്കട്ടെ 2026 നമുക്ക് ആശംസിക്കാം.